നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊരട്ടിയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു കുട്ടിയടക്കം 2 പേർ മരിച്ചു. കോതമംഗലം ഉന്നക്കൽ കൊട്ടാരത്തിൽ വീട്ടിൽ ജെയ്മോൻ ജോർജ്, മകൾ ജോആൻ ജെയ്മോൻ എന്നിവരാണ് മരിച്ചത്. വിശുദ്ധ റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ പ്രാർത്ഥനാ നിർഭരമായി. ജുമുഅ നമസ്കാര സമയത്തിന് വളരെ മുൻപ് തന്നെ പള്ളികളിലെത്തിയ വിശ്വാസികൾ മനസ്സും ശരീരവും ദൈവിക മാർഗത്തിൽ സമർപ്പിച്ചു. മാളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. അരുവിക്കര ചെറിയ കോന്നി ദേശത്ത് കട്ടാരക്കുഴി വീട്ടിൽ ആൽബിൻ, പുത്തഞ്ചിറ പിണ്ടാണി പനങ്ങായി വീട്ടിൽ മുഹമ്മദ് സാലിഹ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. കൊരട്ടിയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു കുട്ടിയടക്കം 2 പേർ മരിച്ചു. കോതമംഗലം ഉന്നക്കൽ കൊട്ടാരത്തിൽ വീട്ടിൽ ജെയ്മോൻ ജോർജ്, മകൾ ജോആൻ ജെയ്മോൻ എന്നിവരാണ് മരിച്ചത്. ജെയ്മോന്റെ ഭാര്യ മഞ്ജു, മകൻ ജോയൽ, ബന്ധു അലൻ എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇവരിൽ മഞ്ജുവിന്റെയും ജോയലിന്റെയും നില ഗുരുതരമാണ്. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ദേശീയപാതയോരത്തെ മരത്തിലിടിച്ച് തകർന്ന നിലയിലായിരുന്നു കാർ കണ്ടെത്തിയത്. വാഹനത്തിന്റെ 2 വശവും തകർന്നിട്ടുണ്ട്. ഏതെങ്കിലും വാഹനം കാറിൽ തട്ടിയതോടെ നിയന്ത്രണം വിട്ട് മരത്തിൽ ഇടിച്ച് മറുഭാഗവും തകർന്നതായിരിക്കാമെന്നാണ് പോലീസ് നിഗമനം. കുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായാണ് അധികൃതർ പറയുന്നത്. വിശുദ്ധ റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ പ്രാർത്ഥനാ നിർഭരമായി. ജുമുഅ നമസ്കാര സമയത്തിന് വളരെ മുൻപ് തന്നെ പള്ളികളിലെത്തിയ വിശ്വാസികൾ മനസ്സും ശരീരവും ദൈവിക മാർഗത്തിൽ സമർപ്പിച്ചു. ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഖരിതമായി. റമദാനിലെ ആദ്യ 10 ദിനങ്ങൾ കാരുണ്യത്തിന്റെ സവിശേഷ ദിനങ്ങളാണ്. പള്ളികളിൽ ഭജനമിരുന്നും ഖുർആൻ പാരായണത്തിൽ മുഴുകിയും റമദാൻ ദിനങ്ങളെ അർത്ഥപൂർണമാക്കുകയാണ് വിശ്വാസികൾ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇഫ്താർ വിരുന്നുകൾ, ആത്മസംസ്കരണ പരിപാടികൾ തുടങ്ങിയവയാൽ ഇനിയുള്ള ദിനങ്ങൾ സജീവമാകും. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. മാളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. അരുവിക്കര ചെറിയ കോന്നി കട്ടാരക്കുഴി വീട്ടിൽ ആൽബിൻ, പുത്തഞ്ചിറ പിണ്ടാണി പനങ്ങായി വീട്ടിൽ മുഹമ്മദ് സാലിഹ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ 2 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വടമ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രിൻസനും എക്സൈസ് പാർട്ടിയും ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന്റെ ഭാഗമായി ജനുവരി 21-ന് പുത്തഞ്ചിറ കണ്ണിക്കുളങ്ങരയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെ കണ്ണിക്കുളങ്ങരയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇരുചക്രവാഹനത്തിലിരുന്ന 4 യുവാക്കളെ ചോദ്യം ചെയ്യുകയായിരുന്നു. പ്രതികൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കേസിലെ 2 പ്രതികളായ അസിൻ മുഹമ്മദ്, ഷാഫി എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മറ്റു പ്രതികളായ ആൽബിനും മുഹമ്മദ് സാലിഹും തമിഴ്നാട്ടിലെത്തി കോയമ്പത്തൂർ പോലീസ് സബ് ഇൻസ്പെക്ടറെ കത്തികൊണ്ട് കുത്തിയ കേസിൽ അറസ്റ്റിലാവുകയും അവിടുത്തെ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരുമ്പോഴാണ് മാള പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർമാരായ ശ്രീനി കെ, CK സുരേഷ്, പോലീസ് ഉദ്യോഗസ്ഥരായ സനീഷ്, ജിജീഷ്, രാഗിൻ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, മാള. ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VK മനോജ് രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് അഷ്ടമിച്ചിറയിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു.
പൊതുസമ്മേളനം CPIM തിരുവമ്പാടി ഏരിയ കമ്മിറ്റി അംഗം നാസർ കോളായി ഉദ്ഘാടനം ചെയ്തു. സഖാവിൻ്റെ മരണത്തോടുകൂടി, കൊലപാതകത്തോടുകൂടി ഈ പ്രദേശത്തെ പാർട്ടി അസ്തമിച്ചു പോവുകയല്ല ചെയ്തിട്ടുള്ളത്. പൂർവാധികം ശക്തിയോടെ പാർട്ടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് പിന്നീട് ഈ പ്രദേശത്തുള്ളവർ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള പാർട്ടിയുടെ യുവജന പ്രസ്ഥാനമായ DYFI സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ 3 പ്രധാനപ്പെട്ട മുദ്രാവാക്യം, ഒന്ന് ഇൻകുലാബ് സിന്ദാബാദ്, അടുത്ത മുദ്രാവാക്യം രക്തസാക്ഷികൾ സിന്ദാബാദ്, മൂന്നാമത്തെ മുദ്രാവാക്യം രക്തപതാക സിന്ദാബാദ് എന്നാണ്. ഇൻകുലാബ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ധീരരക്തസാക്ഷികളുടെ ചോര കൊണ്ട് ചുവന്ന ചെമ്പതാക ഈ നാട്ടിൽ എവിടെ ഉയരുമ്പോഴും ആ മുദ്രാവാക്യം വിളിക്കാതെ ചെങ്കൊടി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്ക് കടന്നു പോകാൻ കഴിയില്ല. DYFI മാള ബ്ലോക്ക് പ്രസിഡന്റ് KS അക്ഷയ് അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും സെപക്ത ത്രോ സബ് ജൂനിയർ വിഭാഗത്തിൽ ഇന്ത്യൻ ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജിൻ മരിയ ബിജിജുവിനെ ആദരിക്കലും ചടങ്ങിൽ നടന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ, DYFI മാള ബ്ലോക്ക് സെക്രട്ടറി C ധനുഷ് കുമാർ, CA രാഹുൽ, MS അക്ഷയ്, VK മനോജിന്റെ പിതാവ് വാക്കേൽ കുമാരൻ, അഷ്ടമിച്ചിറ ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, PV വിനു തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിൽ 2 ബൈക്കുകൾ കത്തിനശിച്ചു. തൃശൂർ ഷൊർണൂർ റോഡിലാണ് ബൈക്കുകൾ കത്തിനശിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെ HDFC ബാങ്കിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളാണ് കത്തിനശിച്ചത്. ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും ബൈക്കുകൾ കത്തിനശിച്ചിരുന്നു. അന്നവനട ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവാഘോഷത്തിന്റെ ഭാഗമായി ലക്ഷദീപം തെളിയിക്കലും പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വൈകിട്ട് ആനയൂട്ട്, കുടമാറ്റം എന്നിവ നടക്കും. നാളെ വൈകിട്ട് ആറാട്ടെഴുന്നള്ളിപ്പ്, ആറാട്ട് കഞ്ഞി വിതരണം, പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. കൊരട്ടിയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു കുട്ടിയടക്കം 2 പേർ മരിച്ചു. കോതമംഗലം ഉന്നക്കൽ കൊട്ടാരത്തിൽ വീട്ടിൽ ജെയ്മോൻ ജോർജ്, മകൾ ജോ ആൻ ജെയ്മോൻ എന്നിവരാണ് മരിച്ചത്. വിശുദ്ധ റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ പ്രാർത്ഥനാ നിർഭരമായി. ജുമുഅ നമസ്കാര സമയത്തിന് വളരെ മുൻപ് തന്നെ പള്ളികളിലെത്തിയ വിശ്വാസികൾ മനസ്സും ശരീരവും ദൈവിക മാർഗത്തിൽ സമർപ്പിച്ചു. മാളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. അരുവിക്കര ചെറിയ കോന്നി ദേശത്ത് കട്ടാരക്കുടി വീട്ടിൽ ആൽബിൻ, പുത്തഞ്ചിറ പിണ്ടാണി പനങ്ങായി വീട്ടിൽ മുഹമ്മദ് സാലിഹ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്.
ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.